സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് പിന്നെ പല പണിക്കും പല ജോലിക്കൊക്കെ പോയി ഇപ്പോഴും മിമിക്രി കളിക്കും. ചെറിയ ചെറിയ അവസരങ്ങൾ ചോദിച്ച് ചെറിയ ചെറിയ സ്റ്റേജുകൾ അതിൻ്റെ പുറകെ പോയി നിന്ന് അതിന് വരുമാനമില്ലാത്ത കാലം. പിന്നെ അത് 100 രൂപ 20 രൂപ 300 രൂപ 500 രൂപ എല്ലാം കിട്ടി. ഞങ്ങൾ നിന്ന വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം നിർമ്മാണം എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമോ, എന്തെങ്കിലും സ്ഥിര ജോലിക്ക് പോകണ്ടേ, ജീവിക്കണ്ടേ. ഞാനകത്ത് തന്നെ കളിച്ച് നടന്നിട്ട് മിമിക്രി തന്നെ കളിച്ച് നടന്ന് സ്റ്റേജ് ചെയ്ത് സിനിമ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വലിയൊരു അഭിമാനം. കുറേയൊക്കെ ഒരു സങ്കടമാണ് തോന്നിയത്. കാരണം അന്ന് ഞങ്ങൾ ഒരുമിച്ചെങ്കിലും പക്ഷെ അത്ര ഹാപ്പി അല്ലായിരുന്നു ഞാൻ. കാരണം വീട്ടുകാരായിട്ട് നല്ലപോലെയല്ല. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒക്കെ റെഡിയായി. ഇപ്പോൾ ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം 2 ഫാമിലി നല്ല സന്തോഷമായിരിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ശരിക്കും. തുടക്കത്തിൽ ഞങ്ങൾ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ കല്യാണത്തിൻ്റെ സമയത്ത് നിർമ്മാണം ശരിക്കും ഒരു ജോലി എന്നൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ ശരിക്കും ചെറിയൊരു സ്റ്റേജ് ഷോ ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് ഞാൻ നിർമ്മാണം കണ്ടേ. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോനായതിനു ശേഷമാണ് ഫസ്റ്റ് ഫിലിമിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇത്രയും എത്തി എന്നുള്ളൊരു വലിയൊരു വീടല്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വലിയ വീട് തന്നെയാണ് ഞങ്ങളെ മനസ്സിൽ. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ശരിക്കും. പിന്നെ ഞങ്ങളിപ്പോൾ പഴയ ആദ്യത്തെ വീടാണെങ്കിൽ ഞാൻ വന്ന് കയറുമ്പോൾ ഉള്ളതും ഇതിപ്പോൾ ഉള്ളതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. മക്കളായതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയത്. മോനായതിനു ശേഷമാണ് നിർമ്മാണം ആദ്യത്തെ സിനിമയൊക്കെ കിട്ടിയത്. അപ്പോൾ അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്ക് ഭയങ്കര സന്തോഷം എല്ലാവർക്കും, നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആണെങ്കിലും. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ പറ്റിയതിൽ. ചെറിയ പൈസക്ക് മിമിക്രി കളിക്കുന്ന ഒരാളുടെ കൂടെ പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും സംശയം, എൻ്റെ മോൾ ഇപ്പോൾ പെട്ട് മിമിക്രി. അതിപ്പോൾ അവരെൻ്റെ ശത്രുക്കളൊന്നായിട്ടല്ല, അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ എതിർക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം ഇന്നത്തെ ഈ പരിപാടി വിജയിപ്പിച്ചതും ഒക്കെ അവരൊക്കെ പണം കൂടെ വന്നിട്ടാണ്. എല്ലാവരും എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ തുടങ്ങി വരുന്ന സമയത്ത്. ഇപ്പോൾ എനിക്കൊരു മോളുണ്ടെങ്കിൽ അയ്യോ കൊണ്ടാന്നല്ലേ ഇതുണ്ടാവുള്ളൂ. ഞാൻ പറയട്ടെ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഓർത്ത് വയ്ക്കാനൊരു കുപ്പി ഗ്ലാസ് പോലും സമ്മാനം കിട്ടിയിട്ടില്ല. എല്ലാ പരിപാടിയും പങ്കെടുക്കും, ഒരു സമ്മാനം കിട്ടാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ നമ്മളെ ലക്ഷ്യം ശക്തമാവും. അപ്പോൾ അതിലെത്താൻ വേണ്ടി നമ്മൾ എങ്ങനെ കഷ്ടപ്പെടാം. അതിനൊക്കെ വീഴ്ച വീണു, അവിടുന്ന് എണീറ്റ് വന്നു, ഒരു മരണം ഓർമ്മയായി എന്നുള്ള പോസ്റ്റർ വരെ കണ്ട ഒരാളായി. ഇതൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ മിമിക്രി കളിച്ചിട്ട് ഇതേ മിമിക്രി കളിച്ച് മാത്രം ഉണ്ടാക്കിയ വീടാണ്. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കേരളത്തിലെ മിമിക്രിയോ കലാകാരന്മാരെ കുറിച്ചിട്ടോ അയ്യോ അവർക്കൊക്കെ എന്ത് കല കൊണ്ടും ജീവിക്കാമെന്ന് മനസ്സിലായി. എന്ന് വെച്ചിട്ട് എൻ്റെ ആഗ്രഹം ഇവിടെ തീരുന്നില്ല. ഇതെല്ലാം എൻ്റെ എയിം കുറച്ചുകൂടി അപ്പുറത്തേക്കാണ്. അപ്പോൾ അവിടെ വരെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു പറഞ്ഞ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിൻ്റെ ഓട്ടം തന്നെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. നിങ്ങൾക്ക് എല്ലാവർക്കും നിർമ്മൽ ചേട്ടൻ അറിയായിരിക്കല്ലോ. ഞാനിപ്പോൾ ഉള്ളത് നിർമ്മൽ ചേട്ടൻ്റെ സ്വന്തം പാലായിലാണ്. സൈന സത്പ്ലസ് ഹോം ടൂർ പ്രസന്റഡ് ബൈ പെട്ര സ്റ്റീൽ ഡോസ്. ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. കൺഗ്രാറ്റുലേഷൻ. ആഗ്രഹിച്ച പോലൊരു വീട് പണിതു. ആൻഡ് തറവാടിനോട് ചേർന്നിട്ടൊരു വീടിനടുത്ത് തന്നെ, മുറ്റത്തോട്. അത് ആഗ്രഹം ഉണ്ടായിരുന്നോ പുതിയ വീട് പണിയുമ്പോൾ? അങ്ങനെ തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരേക്ക് സ്ഥലമൊക്കെ നോക്കി അവിടെ എടുക്കാൻ പോകുമ്പോൾ പിന്നെ ഏട്ടനും പെങ്ങന്മാരൊക്കെ പറഞ്ഞു ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരാ ഉണ്ടാവുക. അപ്പൊ പിന്നെ ഞാനും എളുപ്പം ഇവിടെ അമ്മയ്ക്കും ആളായി, വൈഫിനും ആളായി. ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഭക്ഷണമുള്ളൂ, വേറെ ഒന്നുമില്ല. അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. വീടിന് പേര് കൊടുത്തത് പാലാഴി. അല്ല, ആള് കൂടുന്നില്ലല്ലോ, ഞങ്ങളുള്ള ആൾക്കാരുള്ളൂ.
പിന്നെ അതൊരാഗ്രഹമായിരുന്നു പാലാഴി. പാലാഴി എന്ന് പേര്, അത് മനോഹരമായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ചേട്ടന്റെ വീടിന്റെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. എന്റെ ആഗ്രഹിച്ചില് 3000 പേരാണല്ലേ വന്നത്? 4500 കുറഞ്ഞു പോയി ഞാൻ പറഞ്ഞത്. അതും ആഗ്രഹമായിരുന്നു എല്ലാവരെയും വിളിച്ചു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണമൊന്നും അങ്ങനെ ആളറിയിച്ച് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇതെല്ലാവരും ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം പാലാഴി എല്ലാ വീടുകളിലും ഞാൻ ഒരുവിധം ആളുകളൊക്കെ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ച. ഇവിടെ നാട്ടിൽ കോഴിക്കോട് അങ്ങനെയുണ്ട്, കത്തായിട്ട് വീട്ടിൽ പോയി ക്ഷണിക്കുക. കുറെ ആളുകൾ വീട്ടിൽ പോയി ക്ഷണിച്ച് ബാക്കി ഫോണ് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് വളരെ സന്തോഷമായിരുന്നു. വീഡിയോ കണ്ടാല് ആദ്യത്തെ കാഴ്ച പോകുന്നത് ഇത് ഇങ്ങോട്ടാ. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറെ ഫോട്ടോസും മൊമെന്റോ ഒക്കെ വെക്കാൻ നിർത്തിയായിരുന്നു. പിന്നെ അത് സ്ഥിരം കാഴ്ചയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പേരാമ്പ്രയിൽ ഒരു ആർട്ടിസ്റ്റ് വന്ന അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അയാൾ പോയി. പിന്നെ പേരാമ്പ്രയിലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നിട്ട് മൂപ്പരൊരു 3-4 ദിവസം കൊണ്ട് തീർത്ത പരിപാടി. എനിക്കൊന്ന് ഹൗസ് വാമിന് വന്നവർ എല്ലാവരും ഇതായിരിക്കും പറഞ്ഞ കാര്യം ഇതായിരിക്കും അല്ലേ? ലൈറ്റ് മാറ്റാൻ പറ്റും. അതിങ്ങനെ ലൈറ്റ് ചേഞ്ച് ഉണ്ട്. അതിങ്ങനെ ഏതൊരു ബട്ടണിനോട് മാറിപ്പോയത്. അതിങ്ങനെ എല്ലാ കളറും ഉണ്ട്. അത് നൈറ്റ് നല്ല ഭംഗിയാണ്. ഇത് ആന. എനിക്കൊന്ന് ഒരു വീട്ടിലും ഞാൻ കണ്ടിട്ടില്ല, കുറെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട് വീട് കാണാൻ വേണ്ടിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഇത് ഫസ്റ്റ് ടൈം കാണണേ. ഇത് എവിടുന്ന് വാങ്ങി? ഇത് ഞാൻ ലൈറ്റ് ഒക്കെ എടുക്കാൻ പോയപ്പോ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയപ്പോ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഫസ്റ്റ് കണ്ട ഇതായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എടുക്കണമെന്നായി. അപ്പൊ പിന്നെ എടുത്തു. ഇനി ഏകദേശം എത്ര പ്രൈസ് വന്നു ഇതിന്? അതിനെന്തോ 13,000 രൂപ എന്തോ. പക്ഷെ കാണുമ്പോ കുറച്ചും കൂടി ലക്ഷറി ഫീല് വരും. ഇതിന്റെ മയിലുണ്ട്, കുതിരയുണ്ട്, പല സാധനങ്ങളും. എനിക്ക് ആന ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു തലയെടുപ്പോടുകൂടി സെറ്റ് ചെയ്തു. ഈ വീട്ടിൽ വരുന്ന സമയത്ത് സ്പേസിന് പറ്റിയിട്ടുള്ള ഫർണിഷ്ഡ് ആണ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഫ എവിടുന്ന് പിക്ക് ചെയ്തു? ഈ സോഫയും ഇതെല്ലാം ഈ കർട്ടൺ ഉൾപ്പെടെ ലിറോ ഹോംസ് എന്നാണ് അവരാണ് ഇൻറ്റീരിയർ ചെയ്തത്. അപ്പോൾ അവർ കർട്ടൺ വരെ അവർ ചെയ്ത എല്ലാം. അപ്പോൾ ഞാൻ ആ വീട്ടിലുള്ള മെയിനായിട്ടുള്ള ഒരു ഇരിക്കാനുള്ള സൗകര്യം ഭയങ്കര ആരും വന്നാലിരിക്കാം. അപ്പോൾ അത് പിന്നെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചും കൂടി എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആക്കി. ഈ വീട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇപ്പൊ മെയിൻ ആയിട്ട് ഇന്നത് വേണം നിർബന്ധമുള്ള ആഗ്രഹം? ഒന്നാമത് ചെറിയ സ്ഥലത്തുണ്ടാക്കിയ വീട്, അതൊരു 4.25 സെന്റ് 4.5 സെന്റ് സ്ഥലം. അപ്പോൾ ഉള്ള ഈ ചെറിയ സ്ഥലമാണെങ്കിലും വലിയ സ്വപ്നങ്ങളാണല്ലോ. അപ്പൊ ഞാൻ മെയിനായിട്ട് ലൈറ്റുകൾ അല്ലാണ്ട് വേണം, പിന്നെ ലൈറ്റ് കളറായിരിക്കുക, പിന്നെ ഫുൾ വെളിച്ചം അകത്തേക്ക് എത്തുക. അതാണ് ഞാൻ ഡബിളായിട്ട് ജനല് ഒക്കെ ഇട്ട്. പൂജാ റൂം ചോദിക്കട്ടെ. ഭയങ്കര രസമുണ്ട്. പൂജാ റൂം ഇപ്പം ഫസ്റ്റ് പറയുന്നത് നിങ്ങളാ. ഞാൻ ഇതൊക്കെ എല്ലാം സൈഡിൽ ഇങ്ങനെ ഭംഗിയായി വെച്ചതേ ഉള്ളൂ. ഇല്ല, ഇതിപ്പോ വെച്ചാ അപ്പൊ വിളക്ക് അവിടെ കത്തിച്ച് പൂജാ റൂം ഈ വീട്ടിലില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ ഉണ്ടായി. വിശ്വാസിയാണോ? പിന്നെ ദൈവമല്ലേ നമുക്കെല്ലാം. ഇതൊക്കെ എവിടുന്ന് ഓരോ സ്ഥലത്ത് കണക്ട് ചെയ്തതാണോ? ഇതെല്ലാം ഓരോ കൃഷ്ണൻ വൈഫ് വാങ്ങി. ഇതെല്ലാം രണ്ടാമത്തെ നോർത്ത് റിപ്പബ്ലിക്കിന്റെ ഓണർ ജിജു ഏട്ടൻ തന്നതാണ്. താഴെ അത് അളിയന്റെ ഫ്രണ്ട്സ് തന്നൊരു. ഇത് ഹൗസ് വാമിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഈ ഗണപതിയാണെങ്കിൽ, ഈ ഗണപതിക്കാണെങ്കിൽ വൈഫ് സാധനം എടുക്കാൻ പോയ സമയത്ത് ഈ ഗണപതി ഉണ്ട്. അപ്പം അതിന്റെ വില താങ്ങിയില്ല. ചിലപ്പോൾ വൈഫിൻ്റെ അമ്മ പറഞ്ഞ് കുറേ കഴിഞ്ഞ് പൈസയൊക്കെ ആയിട്ട് എടുക്കാട്ടോ. അപ്പം അവള് അത് നോക്കി ആ ഷോപ്പിൻ്റെ ഡോറ് വരെ ആ ഗണപതിനെ നോക്കി ഒന്ന് പിറ്റേ ദിവസം പ്രസൻ്റായിട്ട് നമ്മുടെ സനന്ദേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഏകദേശം ഇതിന്റെ എത്ര പ്രൈസ് ഉണ്ട് അറിയാൻ ഒരു ആഗ്രഹം. 12,000 പ്രൈസ് ഉണ്ട്. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട്. ഇത് അവള് അവസാനം വരെ നോക്കി വന്നതാ. പിറ്റേ ദിവസം ആള് തനിയെ വന്നു വീട്ടിലേക്ക്. അതാണ്. ഓക്കെ, ഈ ഒരു ഫാന് കുറച്ചൊരു എസ്തെറ്റിക് ഫീലാ കിട്ടണേ. ഇത് വിനോദ് ഗോപൂരിന്റെ ഇതും ആഗ്രഹം പോലെ ആള് വാങ്ങിക്കൊണ്ടെന്നാണ്. അല്ല, ഇത് 2 സാധനം ഞാൻ ആഗ്രഹിച്ചത്. മേലെ ഊഞ്ഞാലും അത് ഇവിടെ എത്തി. ഇത് വിനോദായിട്ട് തന്നപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ക്യൂട്ടാണല്ലോ. എപ്പോ എനിക്ക് കുറച്ച് സാധനങ്ങൾ വെച്ച് വീട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെക്ക, അങ്ങനെയാണ്. അങ്ങനെ ഉണ്ട്, ആഗ്രഹമുണ്ട്. എനിക്കിവിടെ മൊമെന്റോ ഒക്കെ കുത്തി വെക്കാൻ ഒരുപാടുണ്ട്. ഞാൻ അതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് വെക്കാം, അത് ആഗ്രഹം മതി എന്നൊക്കെ. ഇനി നമ്മൾ എവിടെയാ കാണാൻ പോണേ? മേലേക്ക് പോവാം, കിച്ചൺ കാണാം, ഡൈനിങ് ടേബിൾ തൊട്ട് തുടങ്ങാം. ആൻഡ് ഈ പറഞ്ഞ പോലെ
ഓപ്പൺ കിച്ചൺ ആണ് ആൻഡ് ആ സ്പേസിൽ പറ്റുന്ന മാച്ച് ആവുന്ന ഡൈനിങ് ടേബിളും കൂടി. ഇത് എവിടെ ഞാനൊരു 8 സീറ്റർ ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ വീട് ചെറുതായി പോയില്ല, അപ്പൊ എനിക്കത് പറ്റിയില്ല. അപ്പൊ 6 സീറ്റർ ആക്കി. അപ്പൊ കുറച്ചും കൂടി ചിലപ്പോൾ ഞാൻ അത് മാറ്റി ഒരു 8 സീറ്റർ ആക്കും. എനിക്ക് ആളുകളെ വീട്ടിൽ വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡ് കൊടുക്കുക പുറമെ കോഴിക്കോടുകാരുടെ സ്നേഹം. അപ്പം അവിടേക്ക് അതിന് വലിയ ബുദ്ധിമുട്ടായത്. പണ്ട് ജയേട്ടൻ ജയസൂര്യ വന്ന സമയത്ത് വീട്ടിൽ കയറിയിട്ട് ആളുകളൊക്കെ ആയിട്ട് അപ്പോൾ അടുക്കളയൊക്കെ പോയിട്ട് ചിപ്സിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരടാറിന് പോയത്. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് ഒരാളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനാണ് മെയിനായിട്ട് ഈ ലിവിങ്ങും ഡൈനിങ് സ്പേസും കുറച്ച് കൂടുതലിട്ട്. ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നോ? കുറേ ആൾ ഇന്നലെ സുരാജ് ചേട്ടനൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ എനിക്കൊന്ന് വീടായതിനു ശേഷം ലിസ്റ്റ് ഉണ്ടാവല്ലേ ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ഷൂട്ടിന് വരുന്ന എല്ലാവരും സിദ്ധിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രേംപാറ്റ പടത്തിൻ്റെ ഷോ പെട്ടെന്ന് നമുക്ക് ദൃശ്യത്തിൻ്റെ പ്രൊമോഷൻ കൊണ്ടുവന്നോട് പറഞ്ഞു പിന്നെ വരാനാണ് പോയത്. എനിക്ക് എല്ലാവരും വീട്ടിൽ വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോടുകാരുടെ സ്നേഹം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ആ ഒരു ഫുഡിന് എന്താ പറയുന്നത് നോക്കാൻ ഹാപ്പി ആണോ അത് സ്വന്തം കൈ കൊണ്ട് കുക്ക് ചെയ്ത് കൊടുക്കോ? വൈഫ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ചേട്ടൻ കുക്ക് ചെയ്യൂ? ഞാൻ കുക്ക് ചെയ്യലുണ്ട്. ഏതാ സ്പെഷ്യൽ എല്ലാവർക്കും ആക്കി കൊടുക്കണേ? ഞാൻ ബീഫ് അങ്ങനത്തെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ, കാരണം ഭയങ്കര ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഈ കിച്ചന്റെ കാര്യത്തിൽ ഒരു ഭാര്യയുടെ അഭിപ്രായമാണല്ലോ എല്ലാം വൈഫിന്റെ അഭിപ്രായം തന്നെ ഞാൻ ചോദിക്കും. കളർ സെലക്ട് ചെയ്യുന്നതും ഒക്കെ വൈഫിന് ചോദിച്ചിട്ടാണ്. പിന്നെ ഞാനായിട്ട് തീരുമാനം എടുക്കുന്നില്ല. ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ആനയും പിന്നെ ഈ ടൈലും മാത്രമേ ഈ വീട്ടിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇഷ്ടം എനിക്ക് ഇവിടെ വൈറ്റ് കളറുള്ള അവർ പറഞ്ഞു എനിക്ക് ഈ ടൈല് മതി പറഞ്ഞു. അപ്പം എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തോ അത് രണ്ടെണ്ണം മാത്രമേ എൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തിട്ടുള്ളൂ. കിച്ചണിലേക്ക് വരുമ്പോൾ വൈഫ് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞെന്താ? വൈഫ് ഒരു ട്രോളി ആയിരുന്നു ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ അത് പിറകിൽ സെറ്റ് ചെയ്തു, വർക്ക് ഏരിയ സെറ്റ് ചെയ്തു. അത് ഇവിടെ ഒരു കുറേ പറഞ്ഞു നോക്കിയിരുന്നു. പിന്നെ ഈ സാധനം ട്രോളി യൂണിറ്റ് വേണമെന്നുള്ളത് ഈ കുറച്ച് സാധനം ഇവിടെ വർക്ക് ഇതില്ല, എന്താന്ന് പറയാ നമ്മുടെ സ്റ്റോർ റൂം ഇല്ല. അതുകൊണ്ട് കുറെ സാധനം കൊള്ളിക്കാൻ വേണ്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതെ, ചില വീടുകളിലൊക്കെ പോകുമ്പോൾ കുറെ കുപ്പിയിൽ നിറച്ച സാധനമൊക്കെ കാണുമ്പോൾ ഇതുപോലെ നന്നാക്കണം. നന്നായിട്ടുണ്ട്. ഇപ്പൊ ഒരു വർക്ക് ഏരിയ ഉണ്ട്, കിച്ചൺ ഉണ്ട്. ഇപ്പൊ കുക്കിംഗ് ഇഷ്ടമുള്ള ഒരാളല്ലേ? ഈ പുതിയ കിച്ചൺ വന്ന ശേഷം ഇവിടെ എന്തൊക്കെ കുക്ക് ചെയ്തിട്ടില്ല? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ എന്തോ മീൻ വറുത്ത കല്ലുമ്മ കടുക്കാന്ന് പറയും, അതൊക്കെ ഉണ്ടാക്കി ഇന്നലെ വൈഫ് കൂടെ. അത് സുരാജ് ചേട്ടനൊക്കെ വന്നപ്പോ ഒക്കെ അവിടുന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ എല്ലാരും പുതിയ കിച്ചണൊക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് റെസിപ്പി വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം. ആൻഡ് ഇവിടുത്തെ കബേർഡ്സ് കാര്യങ്ങളും എല്ലാ കിച്ചണിലും പോയി കഴിഞ്ഞാലേ നമുക്ക് ഈ എല്ലാവരും ഹോം ടൂർ കാണുമ്പോൾ പ്രത്യേകിച്ച് കിച്ചൺ സ്പേസ് ആകുമ്പോൾ എല്ലാം നോക്കും. ഈ കബോർഡ് ഞാൻ വന്നപാടെ നോക്കി. ഈ കബോർഡിന്റെ ഒരു എങ്ങനെയാ ഡിസൈൻ എവിടുന്നാ വാങ്ങി? ഡിസൈൻ ഇതെല്ലാം ഞാൻ പറയാം ഇന്റീരിയർ ലിറോ ഹോംസ് ചെയ്താ അവര് സംഭവം. പിന്നെ എനിക്ക് ഈ കബോർഡും പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോരോ വീട്ടിൽ കാണുമ്പോൾ ആഗ്രഹിച്ച ഇഷ്ടത്തോടെ നോക്കിയ സാധനമാണ്. പിന്നെ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് വൈഫാണ് ഇതെല്ലാം പറയുന്നതും പരിപാടിയെല്ലാം ചെയ്തത്. ഈ ഒരു പ്ലാന്റ്സിന്റെ ചെടിയുടെ ഒക്കെ പ്ലാന്റ്സ് അത് പരിപാടിയുടെ തലേ ദിവസമാണ് വൈഫിന്റെ ചേച്ചി പോയിട്ട്, മോളെ നേരത്തെ കണ്ടില്ല, മോളെ അമ്മ പോയിട്ട് ഇതൊക്കെ കളിട്ട് അത് ബാദുഷക്ക തന്ന ഒരു ഏതായിരുന്നു ഈ പ്ലാന്റ്. പക്ഷെ വലിയ പ്ലാന്റ് കൊള്ളാം. ഇത് കൊള്ളാലോ, ഇത് വെറൈറ്റി അത് അങ്ങനെ വെള്ളം. ഇത് ആരുടെ ഐഡിയ? എവിടുന്ന് പോയി കണ്ടിഷ്ടപ്പെട്ട് ഇതുപോലെ വാങ്ങിയതാണ്? അല്ല, ഇതാരോ പ്രസന്റ് തന്നാ. ആണോ? അത് നോക്കുമ്പോ പിന്നെ ഒരു വെള്ളം ഒരു അളവ് കിട്ടല്ലോ എത്ര കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിറച്ച് ഒക്കെ എല്ലാരും കുടിക്കാൻ പറയും. ഇത് എൻ്റെ കൂടെയുള്ള ഒരു അനിയന്തമായിട്ട് എൻ്റെ കൂടെയുള്ള സച്ചിനാണ് ഈ വീട് ഉണ്ടാക്കുന്നത് തൊട്ട് ഫസ്റ്റ് ഫുൾ എൻ്റെ കൂടെ വന്നതും. പിന്നെ ഈ ഓരോ പേപ്പർ വർക്കുകളുണ്ട്, ആധാരം പടി ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ വീട് ശരിക്കും ഉണ്ടാവാനുള്ളത് അവൻ പിന്നെ ഒരു വീടുണ്ടാക്കണം അവനാണ് എന്താ മെയിൻ ഫുള്ള് നിന്നത്. ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ലോ സ്വന്തമായിട്ട് ഒരു വീട്? പിന്നെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും ആളുകളെ വിളിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അവിടെ പറ്റുന്നില്ല. അപ്പൊ അതെനിക്ക് എന്താ സ്വന്തമായിട്ട് വീട് നല്ല ആളാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്. ഇവൻ പേപ്പർ റെഡി ഇതൊന്നും എനിക്കൊന്നും അറിയില്ല. എനിക്ക് കുറച്ച് മിമിക്രി കളിക്കാൻ മാത്രമാണ്, വേറെ ഒന്നും അറിയില്ല, ഒന്നിനെ പറ്റും അറിയില്ല. ഇതൊക്കെ ശരിയായിരുന്നു. പക്ഷെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട് നമ്മുടെ ആഗ്രഹം പോലെ. ലൈറ്റിംഗ് ചോദിക്കട്ടെ, ഇവിടെ വന്നിട്ട് ഫുൾ ലൈറ്റ് ആണ്. എവിടെ നിന്നാലും ലൈറ്റിന് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് അവരോട് നന്ദി പറയാനുള്ള ബ്രിക്സ് ഗ്രൂപ്പിന്റെ
യൂപ്പർ ലൈറ്റാണ്. അപ്പോൾ അവർ ചെയ്തു തന്നാണ്. അപ്പോൾ അവർ വന്നിട്ട് ഈ ഓരോ സ്ഥലങ്ങൾ നോക്കി അവിടേക്ക് ലൈറ്റ് വേണം കസ്റ്റമൈസ് ചെയ്ത് അവർ എല്ലാം അവർ കറക്റ്റ് വന്ന് നോക്കി. അവർ ഓൺ പ്രൊഡക്റ്റ് കുറേ സാധനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു റേറ്റ് ഇല്ല അതിന്. ഒരു നോർമൽ റേറ്റിൽ നല്ല സാധനങ്ങൾ അവർ കൊണ്ട് ഫിറ്റ് ചെയ്ത് തന്നു. അവരൊന്ന് ഇവിടെ ലൈറ്റ് കൊടുത്താൽ മതിയോ, ഇവിടെ ലൈറ്റ് കൊടുക്കുക, അങ്ങനെ ഓരോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. എനിക്കിത് ഇഷ്ടമായി, കിളിയെ പോലെ ഇരിക്കുന്ന ലൈറ്റ്. ഞാൻ ആദ്യമായിട്ടാ കാണണേ. അത് ഇങ്ങനെ എല്ലാത്തിലും ലൈറ്റ് ചേഞ്ച് ഉണ്ടല്ലേ? ഡിം ലൈറ്റ്, മറ്റേത് കൊള്ളാം, നൈസ്. ആൻഡ് ഇതോ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ മുൻപിലുള്ള ലൈറ്റ്. ഇതൊക്കെ അവരുടെ ബ്രിക്സിൻ്റെ അവരുടെ ഇതാണ്. അവർ പറഞ്ഞ ഇവിടെ ഇത് മതി, അങ്ങനെ വീട് വന്ന് നോക്കിയതിനു ശേഷം ഇവിടെ ഇത് കൊടുക്കുക അത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കളറിന് മാച്ച് ആയിട്ടിലൊക്കെ നോക്കി എല്ലാം ശരിക്കും അവരുടെ കയ്യിൽ കൊടുത്തല്ലേ, ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോ. ട്രസ്റ്റ് ചെയ്ത് ഞാൻ പറയാം, എന്നോട് ചെയ്താൽ ഞാൻ പറയാം എനിക്ക് ഇതിനെപ്പറ്റി അറിവില്ല, നിങ്ങൾ വന്നിട്ട്. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് കറക്റ്റ് ഇതാണ് വേണ്ടത് കറക്റ്റ് പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഓപ്പൺ കിച്ചൺ മതി എന്നുള്ളതും വൈഫിന്റെ അതെ, അടുപ്പ് വേണ്ടെന്നുള്ളത് മതി, ഇനി വിറക് കത്തിക്കാൻ അടുപ്പ് വേണ്ട, ഗ്യാസ് മതി. ഇപ്പൊ താഴത്തെ റൂം എത്ര റൂംസ്? ഒറ്റ റൂമുള്ളത്, 3 റൂം. ഞാൻ പറഞ്ഞില്ല, ഈ ഇതൊക്കെ കുറെ ഡബിളായിട്ട് ഒക്കെ ആയതുകൊണ്ട് വേണം 4 ആക്കി കൊടുക്കായിരുന്നു. അപ്പൊ 3 ആക്കേണ്ടി വന്നു. ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കി വീട്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏത് റൂമാ കാണാം? ഈ റൂമിൽ പോവാം. താഴെയുള്ളൊരു റൂം. ഇത് ആരുടെ റൂമാ? ഇത് ആരുടേന്നില്ല, ഇവിടെ പ്രായമുള്ള ആളുകൾ ആദ്യം നിൽക്കാന്ന് ഉദ്ദേശിച്ചു. ഞങ്ങൾ മേലേക്ക് ഇതുവരെ കയറില്ല. ഞങ്ങളാണ് ഇത് ഗസ്റ്റ് റൂം പോലെ ചെയ്താണ്. പിന്നെ അമ്മ ആർക്കെങ്കിലും കിടക്കണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഈ വാൾപേപ്പർ വാൾപേപ്പർ ഡ്രോയിങ് ചെയ്തില്ലല്ലോ? അല്ല, വാൾപേപ്പറാ. അതൊക്കെ ഞാൻ ഇതൊന്നും അറിയില്ല, ചിന്തിച്ചില്ല. അപ്പം ഇന്റീരിയർ പറഞ്ഞാൽ അതെങ്ങനെയാണോ അതിന്റെ സ്റ്റൈല് മാച്ചിങ് ആയിട്ടില്ലല്ലോ. ആൻഡ് നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ കാണാം, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഫോട്ടോ. രണ്ടുപേരും എത്രയിലാ പഠിക്കണേ? മൂത്താള് 8ാം ക്ലാസ്സിലേക്ക്, താഴെയാള് 3ാം ക്ലാസ്. അവര് പറഞ്ഞില്ലേ എനിക്ക് ഒറ്റക്കൊറ്റക്ക് റൂം വേണം പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കൊറ്റക്ക് മേലെ റൂം ഉണ്ട്, അതിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിടക്കല് ഞങ്ങൾ 4 ആൾ അവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ ഒരുമിച്ചാണോ എല്ലാവരും കിടക്കുക? ആൻഡ് ബെഡിന്റെ വരുമ്പോഴത്തേക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ, പുതിയ വീട് വരുമ്പോ വലിയ ബെഡ് വേണം. നിങ്ങൾക്ക് 4 പേർക്കും കിടക്കാനുള്ള ബെഡാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടാവുക? ഞങ്ങൾ അവിടെയാണെങ്കിലും ഒരു ചെറിയ കട്ടില, അപ്പൊ ഞങ്ങൾ വേറൊരു കട്ടില അടുപ്പിച്ച് വെച്ചിട്ട് 4 ആൾ ഒരുമിച്ചാ കിടക്കുക. ഇവിടെ ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെയാ. അപ്പൊ പിന്നെ റൂം ഓരോരുത്തർ പറഞ്ഞാൽ ഇതിന്റെ റൂമാന്നൊക്കെ പറയുമെങ്കിലും വേറെ റൂമിലേക്കൊന്നും ആരും പോകത്തില്ല. എല്ലാവർക്കും ആ കംഫർട്ടബിൾ സ്പേസ് വിട്ടു കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഈ അലമാരയെ കുറിച്ച് ഒന്ന് പറയൂ. വാൾഡ്രോപ്പ് ഇതൊക്കെ ഇന്റീരിയർ അവർ ചെയ്താ, ലീറോ ഹോംസ്. ഇതൊക്കെ അവര് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നെ. എനിക്ക് അറിയില്ല ഈ പരിപാടിയൊന്നും. കറക്റ്റ് ഓരോന്ന് പറഞ്ഞു തന്നിട്ട് അവരുടെ ചോയ്സ് ആണോ? ചില സാധനങ്ങൾ ചോയ്സ് ആണെങ്കിൽ നമ്മളോട് സെലക്ട് ചെയ്യാൻ വരാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞടാ, നിങ്ങൾ ചെയ്താൽ മതി സംഭവം, നിങ്ങളല്ലേ സ്ഥിരം ഉണ്ടാക്കുന്നത്. പറയുമ്പോൾ വേറെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കാണ് കേട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് സെറ്റാക്കിയാൽ മതിയായിരുന്നു. ആൻഡ് ദ മിറർ, ഒരു വാഷ്റൂം ഉണ്ട്, ഒരു മിറർ. ഇത് എല്ലാ റൂമിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് ഇത് സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിലും കളർ ചേഞ്ച് ആവുന്നതാണോ? അല്ല, അത് മാത്രമേ ഉള്ളൂ. പല സത്യം പറഞ്ഞല്ലേ, പല വീട്ടിലും പോകുമ്പോഴേ ലൈറ്റ് പുതിയ കാര്യങ്ങളൊക്കെ അവര് പഠിച്ചു തുടങ്ങുന്നുണ്ടാവും. ഞാനതാ നാളെ പുറത്തെ ലൈറ്റ് കത്തിക്കൊണ്ടേ നിൽക്കണം. ലാസ്റ്റ് മെയിൻ ഓഫ് ആക്കേണ്ടത്, ഓഫായി കിട്ടണമെങ്കിൽ. ഇനിയിപ്പോ പറഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയല്ലോ, പഠിച്ച് സെറ്റ് ആവണം. ഈ റൂമിൽ പിന്നെ എന്താ പ്രത്യേകതയായിട്ട്? ഇത് ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റാ, കുറെ ഗിഫ്റ്റ് അകത്തൊക്കെ ഉണ്ട്. വലിയൊരു ഡബിൾ ആയിട്ടുള്ള നെറ്റിപ്പട്ടൊക്കെ ഉണ്ട്, അതൊന്നും കെട്ടിയിട്ടില്ല. ശരിക്കും ഒന്ന് വാങ്ങി വെക്കണ്ടായിരുന്നു. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ നെറ്റിപ്പട്ടം കൊണ്ട് കളിയായിരുന്നു. ശരിക്കും എനിക്കൊരു പൂരം നടത്താൻ നെറ്റിപ്പട്ടം അത്ര ഇവിടെ കിട്ടും. ആനയും പൂരം കൂടെ സെറ്റാ. ഈ ഒരു ലൈറ്റും ഇതെല്ലാം ലൈറ്റൊക്കെ അവരുടെ ഇതാണ്. അതെ, നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതും അവരുടെ ഐഡിയ. ഇതാണ് താഴത്തെ മുറി. അപ്പൊ നമുക്ക് ഇനി അടുത്ത മുറിയിലേക്ക് പോയി. ഇനി താഴത്തെ ഇനി മുകളിലേക്ക്. ഇവിടെ ഒരു വാഷ് ബേസ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഡൈനിങ് റൂമിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് ഇപ്പൊ എല്ലാരും ആ സ്പേസ് സെറ്റ് ചെയ്യാം.
അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നു അടുത്ത് വേണ്ട, കുറച്ച് മാറിയിട്ട് തന്നെ വേണമെന്ന്? ഒരുപാട് നിർബന്ധങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പരിമിതികൾ വളരെ കുറച്ചുള്ളൂ. ചെറിയ സ്ഥലത്ത് ഉണ്ടാക്കണ്ടേ, അത് ഒരുപാട് ആഗ്രഹങ്ങൾ. എൻ്റെ പിറകിലായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ചെറിയ ഓൾറെഡി നമ്മുടെ പ്ലാൻ ചെറുതാണെങ്കിലും ഐഡിയ എല്ലാത്തിലും. അതെ, അഷ്കർ നാഷി അവരാണ് ഇതിൻ്റെ എഞ്ചിനീയേഴ്സ്. അവർക്ക് അവർ പറയണം അടിപൊളിയാണ്. ചെറിയ സ്ഥലത്ത് സെറ്റ് ചെയ്ത് തന്നവരാ. അവർക്ക് പറഞ്ഞാൽ അറിയിക്കാത്ത നന്ദി അവരോടാ. ശരിക്കും പറഞ്ഞാൽ പല ഫാമിലീസിനും അവരുടെ ബഡ്ജറ്റിന് അനുസരിച്ച് അത് ശരിക്കും ചെറിയ സ്ഥലത്ത് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇവർ കറക്റ്റായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുകളിൽ പോയാലോ? ആൻഡ് ഈ സ്റ്റെയറിനെ കുറിച്ച് പറയും. ഇപ്പൊ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള വുഡാണോ ഇത്? വുഡാ, മൊത്തം തേക്ക എല്ലാം. ഓക്കെ. പ്ലാന്റ്സ് കുറെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇത് അവളുടെ ചേച്ചി, അവളുടെ പ്ലാനാണ്, വൈഫിന്റെ ആണ് ഇതൊക്കെ പരിപാടികൾ. ചെടിയൊക്കെ എന്തിനാ അതൊക്കെ ആവശ്യമുണ്ട്. ഞാൻ വെച്ചത് 2 നില വീടാ, പക്ഷെ ഇത് 3 നിലയുണ്ട്. മേലേക്ക് ഒരു ചെറിയൊരു മുല്ലപ്പന്തൽ പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷെ അത് പറ്റിയിട്ടില്ല, ഇപ്പൊ ചെയ്യണം ഭാവിയിൽ. ഭാവിയിൽ കൊള്ളാം. ഇവിടെ ഒരു സോഫ, ഒരു ലിവിങ് സ്പേസ്. എന്താ, ഞാൻ ആ വീട്ടിലൊക്കെ ആകുമ്പോഴേ നമുക്ക് വീട്ടിലെ റിലേറ്റ് ആരെങ്കിലും വരുമ്പോൾ ഈ വീട്ടുകാരൊക്കെ പാടെ എങ്ങോട്ടാ ഇരിക്കുക, അവിടെ ഇരിക്കാൻ പറ്റുമോ, ഇവിടെ ഇരിക്കാൻ പറ്റുമോ, കിച്ചണിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നത് കാണാം അവരൊക്കെ. അപ്പൊ അവർക്ക് താഴത്ത് സംസാരിക്കാൻ, അവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു അത് നല്ല തോട്ടാണ് കേട്ടോ, സ്വസ്ഥായിട്ട് ഇരിക്കണ്ടേ. അപ്പം ഇവരൊക്കെ അടുക്കളയിലൊക്കെ ഒതുങ്ങി മാറി നിൽക്കണേ കാണാം. അപ്പൊ അതൊന്നും മാറ്റാൻ വേണ്ടിട്ട് ഇവിടെ TV യൂണിറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പൊ TV ഒന്നും അവിടെ ഉണ്ടല്ലോ, അപ്പൊ സ്റ്റഡി യൂണിറ്റ് ആക്കാൻ നിർത്തി, പുസ്തകമൊക്കെ വെക്കാനൊക്കെ. ഇത് അവാർഡൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല. എനിക്ക് ആകപ്പാടെ വഴിത്തിരിവായ കോമഡി ഫെസ്റ്റിവൽ ഒരൊറ്റ ഒന്നുള്ളടുത്ത്. പിന്നെ ഈ വീട് കയറിയിട്ട് ആദ്യം ഫോണിൽ മെസ്സേജാണ് സിൽവർ സ്ക്രീനിന്റെ ബെസ്റ്റ് ആക്ടർ ഇൻ കോമഡി റോൾസ് തൃശ്ശൂർ വെച്ച്. അപ്പൊ അതും കൂടെ വെച്ച് ബാക്കിയൊക്കെ അവിടെ തന്നെയാണ്. ഇവിടെയും ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസ് ഒക്കെ, കർട്ടൻസ് ഇവിടെ അങ്ങോട്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കാം. ഞങ്ങൾ ബാൽക്കണി മാതിരി ഇങ്ങോട്ട് പുറത്തേക്ക് ഒരു ബാൽക്കണി, ആ വീടായിട്ടൊരു ഒരു കണക്ഷൻ. ഹായ് ഹലോ. അതെ, ഓക്കെ, കൊള്ളാം. ഇങ്ങനെയൊരു നല്ല പ്ലാനാണ്, ക്യൂട്ട് ആയിട്ടുണ്ട്. ഇതൊരു മുറിയാണോ? ഇതാണ് ഞാൻ പറഞ്ഞില്ല, മക്കളെ റൂമാണ്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ വരൂലെന്നേ ഉള്ളൂ. കൊള്ളാം. ഇത് ആരുടെ കളക്ഷൻ ആണ്? ചെറിയ ആളുടെ പേരെന്തായിരുന്നു? ദേവിക്ക്. മൂത്താള് നിരഞ്ജ്, മൂത്താള് ഉണ്ണി, ചെറുത് കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി ആള് സൂപ്പറാണ്, ആള് വിഷയാണെന്നാണ് അറിയാൻ പറ്റിയത്. ഇത് ആളുടെ വാങ്ങിയതാണോ ഗിഫ്റ്റ് കിട്ടിയതാണ്? ഇത് ചെറിയ ആളെ. അപ്പൊ മൂപ്പര് ഇങ്ങനെ അറിയും, മൂപ്പര് കുറച്ചും കൂടി ഒരു മെച്ചുവേർഡാണ്. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ ആ ചെറിയ അച്ഛൻ്റെ കയ്യിൽ ഇപ്പൊ എത്ര പൈസ ഉണ്ട്, അപ്പൊ അവിടെ പോയി ചോദിച്ചിട്ടുണ്ടോ ഇതിന് എത്ര ഉണ്ടാവോ, ചെറുതൊന്നും എടുക്കാണ്ടാവോ, അങ്ങനെ ചോദിച്ചിട്ടേ മേടിക്കുള്ളൂ. അച്ഛൻ്റെ അടുത്ത് ഇല്ല, വേണ്ട പിന്നെ മതിയല്ലോ. ഇപ്പത്തെ പിള്ളേര് അങ്ങനെ പറയാൻ അത് ചെറുത് ഭയങ്കര. എനിക്ക് വലിയ ആൾക്ക് എങ്ങനെയെങ്കിലും വേണം. ചെറുത് അച്ഛൻ്റെ പൈസ ഉണ്ടെങ്കിലും ഒന്ന് മേടിച്ചു തരുമോ നോക്കിയുള്ളൂ. അച്ഛൻ്റെ പൈസ ഉണ്ടെങ്കിലും ഒന്ന് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു വാങ്ങിക്കൂട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. ആൾക്ക് ശരിക്കും ആക്ടിങ്, ഈ പറഞ്ഞ മിമിക്രി രണ്ടുപേരും ആരെങ്കിലും ട്രൈ ചെയ്യോ? മൂത്ത ആൾക്കുണ്ട്, ചെറിയ ആൾക്ക് ഒന്നും പ്രശ്നമില്ല. അവൻ ആരും വലിയ എക്സൈറ്റ്മെന്റോ പരിപാടിയോ ഒന്നും ഇല്ല, ഭയങ്കര കൂളാ. സുരാജേട്ടനൊക്കെ കൈ കൊടുത്ത് എന്തൊക്കെ അത്രേ ഉള്ളൂ. മറ്റൊക്കെ എനിക്ക് ഇളയാളേക്ക് പിന്നീട് ഭാവിയിൽ ചാൻസ്. ഈ കുട്ടികൾക്ക് റൂം ആക്കുമ്പോ അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ല അവർക്ക് എന്താ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വെക്കാനുള്ള സ്പേസ് വേണമെന്ന് മാത്രമേ ചെറുത് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ഇതൊന്നും വേണമെന്ന്. അപ്പൊ ഞങ്ങൾ ഈ ഒരു സാധനം ഉണ്ടാക്കി. ആൻഡ് ഒരു കബോർഡ് സ്പേസും കൂടെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഇത് ഭയങ്കര രസമുണ്ട്. കാട്ടൻ അത് പിള്ളേർക്ക് പറ്റിയിട്ടുള്ളതാണ്. ആൻഡ് ഒരു വാഷ്റൂം കൂടെ അല്ലേ? വാഷ്റൂം. ഓക്കെ, ഇത് നമുക്ക് അടുത്ത റൂമിൽ പോവാം. എനിക്ക് തോന്നുന്നു ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. ഒരുപാട് ഗിഫ്റ്റ് തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഹൗസ് വാമിംഗ് ഗിഫ്റ്റുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ട. താക്കോലായിട്ടും ഓരോ സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് ഓടിക്കേറുന്നു. ഇത് ആരുടെ ഗിഫ്റ്റ് ആയിരുന്നു? സുഹാസൻ. സുഹാസേട്ടൻ ഞങ്ങളുടെ ട്രെയിനിലെ TT-യാ. അപ്പം യാത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള സുഹാസേട്ടനെ വിളിക്കാം. സുഹാസേട്ടന് ശരിയായത്. സുഹാസേട്ടനെ വർഷങ്ങളായിട്ടുള്ള ബന്ധം, കോമഡി ഫെസ്റ്റിവൽ കളിക്കുന്ന കാലത്ത് അന്ന് മുതൽ പോകുമ്പോൾ സുഹാസേട്ടൻ നിന്നാണ്. ഇനി നമുക്ക് ഏത് മുറി കാണാം? ഇത് കുറച്ച് വലിയ റൂമായതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂം എന്ന് പേരിട്ട് വിളിക്കുന്നു.
എനിക്കൊന്ന് മാസ്റ്റർ ബെഡ്റൂം മൂത്ത ആള് കയ്യേറിയിരിക്കണു. ആളുടെ സാമ്രാജ്യം മൂത്താള് കൂടെ വരുന്നില്ല, അതാണ്. ആളുടെ 4 കളക്ഷനേ ഉള്ളോ? അല്ലല്ല, ഇതൊക്കെ മറ്റാള് തന്നെയാ. ഓ, ഒക്കെ അതുകൊണ്ട് ഇവിടെ എത്തിപ്പോയതെന്ന് അങ്ങനെയാണെന്ന് അറിയില്ല, മറ്റാള് കണ്ടിട്ടുണ്ടാവില്ല. ആളുടെ ഫോട്ടോ ഉണ്ട്. എനിക്കൊന്ന് താഴത്തെ മുറിനെക്കാട്ടും കുറച്ചും കൂടി സ്പേസ് ആണ്. സ്പേസ് ആണ്. ഇതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് നേരത്തെ പോലെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. വെച്ചിട്ട് ഇത് ഞങ്ങൾ ഉണ്ണിയക്കാരൻ്റെ വീടാണ്. അപ്പം ഞങ്ങൾക്ക് കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ഇവിടെ ഒരു ഇത്, പിന്നെ ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ താലങ്ങൾ കൈമാറുന്ന നോമ്പ് പലഹാരങ്ങളൊക്കെ ഇങ്ങോട്ടും നമ്മുടെ പലഹാരങ്ങൾ അങ്ങോട്ടും. അപ്പോൾ ആ ഒരു ബന്ധം അങ്ങനത്തെ അങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞ കെട്ടി മൊത്തം കെട്ടരുതേ, അവർ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കെട്ടൂലായിരുന്നു, ഗ്യാപ്പ് അങ്ങനെ ഗേറ്റ് വെച്ച അവിടെ. ഈ ഫാമിലിക്ക് ബന്ധങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരാളാന്ന് തോന്നിയിട്ടുണ്ട്. അത് വലിയ കാര്യം. ഞാനിവിടെ നോക്കുന്നത് 4500-ഓളമുള്ള ആളുകളെ ഞാൻ ഇവൻ്റോ ഒന്നും ഏൽപ്പിച്ചില്ല, ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒന്നും ഏൽപ്പിക്കാണ്ട് നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും മാത്രം നടത്തി വന്നത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് പരക്കം പായി എത്ര ആളുകൾ. അപ്പം അത് ബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. വലിയ കല്യാണം നടത്തിയ ഫീൽ ആയിരുന്നല്ലേ? ഫീൽ ചെയ്തത്. ഇത് ഞങ്ങളുടെ ഒരു ബാത്റൂം മാസ്റ്റർ ഇൻവിറ്റേഷൻ. ഓക്കെ, ഇവിടെ ഒരു സാധനം ഉണ്ട്, വരൂ, സർപ്രൈസ് നിങ്ങൾക്ക്. ഈ ബാത്ടബ് ആരുടെ ആഗ്രഹമായിരുന്നു ചോദിക്കട്ടെ? വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ മതി, ഇല്ല ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ ആളാണ്. ആരാ പറയണേ? മക്കള്. ഓക്കെ, അവരെപ്പോഴും ഇതിന്റെ അകത്ത് തന്നെയാണോ? ഇല്ല, കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാലൊക്കെ. പക്ഷെ അത് കൊള്ളാട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്നും ഒരു വീട്ടില് ഹോം ടൂറില് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലാത്തതാ. വാഷ്റൂമിന്റെ തീം പറയും, കളർ തീമും കൊള്ളാം, ഗ്രീൻ ആൻഡ് വൈറ്റ് ഗോൾഡൻ. ഇതും ടൈൽസ് ചൂസ് ചെയ്ത് ഞാൻ വൈഫും കൂടെ പോയി ചൂസ് ചെയ്താ. ഒരു ഗ്രാൻഡ് ലക്ഷറി ഫീൽ ഉണ്ട് ശരിക്കും. നമ്മുടെ ഹോട്ടൽ റൂംസിലൊക്കെ പോയില്ലേ, അതൊക്കെ തന്നെയായിരുന്നു സ്വപ്നം. അങ്ങനത്തെ കാണുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാക്കണം വീട്ടിലൊന്നും. ആൻഡ് ഇവിടെ നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് തീമും എല്ലാം എഞ്ചിനീയേഴ്സിന്റെ കൈ കൊടുത്തു. നമ്മുടെ ഒരു കളർ തീം നമ്മള് ഇല്ല, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ലൈറ്റ് മതി എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഡാർക്ക് പരിപാടി പിടിക്കണ്ട, ഒരു വൈറ്റ് എപ്പോഴും ഒരു വെളിച്ചം, ഒരു പീസ് പോസിറ്റീവ് ഫീൽ വേണം എന്നൊക്കെ. കളർ മാച്ച് ആയിട്ടുള്ള ഒരു. ഓക്കെ, ഇനി നമ്മൾ ഏത് ഏരിയ? എനിക്ക് ഊഞ്ഞാല് കാണുന്നുണ്ട്, ചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു ഊഞ്ഞാൽ. ഇത് കൊള്ളാലോ, നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവര് വന്നിട്ട് സെറ്റ് ചെയ്ത് വന്നു പോയതാണ്. അപ്പൊ കണ്ടിട്ടില്ല, അതിനു മുമ്പ് നമ്മള് സെലക്ട് ചെയ്യുള്ളൂ ചേട്ടൻ? അല്ല, അവര് വന്ന് ഇവിടെ അവര് സ്ഥലം വന്ന് കണ്ടിട്ട് ഇവിടെ എന്തൊക്കെ കൊടുക്കണം എന്ന് അവര് പറഞ്ഞു. അങ്ങനെ അവരുടെ ഷോപ്പിൽ ഞങ്ങൾ പോയി. അപ്പൊ ഇത് അവിടെ പറ്റും, അവിടെ പറ്റുന്നതാണ്. പിന്നെ ഒന്നാമത് ആരെങ്കിലും വന്നാലൊക്കെ വിളിച്ചാലൊക്കെ കിട്ടാൻ വേണ്ടി ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്, കാണാൻ പറ്റും ഹായ് എന്നൊക്കെ പറയുന്നത്. അല്ല, ചിലപ്പോ ചില താഴെ നിന്നൊക്കെ ആ വീട്ടിൽ താഴെ നിന്ന് വിളിച്ച് ചിലപ്പോ ഫോണൊക്കെ വിളിക്കണം മേലേക്ക്. ഇതിപ്പോ ഇങ്ങനെ വിളിച്ച് എളുപ്പമാണ് ആരെ വന്നാലൊക്കെ. അതെ അതെ. ഈ ലൈറ്റിന് ഏകദേശം എത്ര പ്രൈസ് വരുമായിരിക്കും? പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മ അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇനി നമ്മുടെ ഊഞ്ഞാൽ, ഇതാണ് ആഗ്രഹത്തിനൊത്ത് ചെയ്ത ഊഞ്ഞാൽ. ചെയ്തതല്ല, ഈ ആഗ്രഹത്തിനൊത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മേലെ കുറെ കഴിഞ്ഞിട്ട് കുറച്ച് ഞെരുങ്ങിയിട്ടുണ്ട് അവസാനമായ എപ്പോഴേക്കും ഊഞ്ഞാലൊക്കെ. പിന്നെ വാങ്ങാൻ നിൽക്കുമ്പോഴാണ് ഓസ്ട്രേലിയയിൽ പെർത്തുള്ള ഒരു അനിയേട്ടൻ, നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ആള് സർപ്രൈസ് ആയിട്ട് ഇത് എത്തിച്ചു. നേരെ താഴത്ത് ഗണപതി കിട്ടിയ പോലെയാണ് ഊഞ്ഞാല്. ശരിക്കും ആഗ്രഹിക്കുന്നതൊക്കെ കൂടുതൽ ആൾക്കാർ കൊണ്ടെത്തിക്കുന്നുണ്ട്. അനിയേട്ടനെ എത്തിച്ച അനിയേട്ടൻ വന്ന് തന്നു പോയത്. ഇടയ്ക്ക് വീട് പണിയൊക്കെ തീർന്നിട്ട് ഇതിൽ ഇരുന്ന് ആടാറുണ്ടോ? ഇതുവരെ മേലോട്ട് കയറാനുള്ള സമയം ഉണ്ടായില്ല. ഇതാകുമ്പോ അപ്പുറത്തുനിന്ന് തറവാട് കാണാം, റംബുട്ടാൻ പറിക്കാം. വീട്ടിലാണ് ഇത് അങ്ങനെയൊന്നുമില്ല, അത് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വീട്ടിലെത്തും. ഇതൊക്കെ ഇതാ ഈ നാട്ടിൻ പുറത്തിൻ്റെ ഒരു ഇതാണ്. എന്തുണ്ടാവും, ചക്ക മാങ്ങ എന്തുണ്ടായാലും അടുത്ത വീട്ടിലൊക്കെ എല്ലാവരും. കൂടുതൽ ബാബുവേട്ടൻ്റെ വീട് ഞങ്ങളെ. ഇത് എത്ര സെന്റിൽ എത്ര സ്ക്വയർ ഫീറ്റ്? ഇതില്ല, ഒരു 4.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് ഞങ്ങൾക്ക് കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ചെറിയ വീട് എന്ന് പറയാൻ ഈ ചെറിയ സ്ഥലത്ത് ഇത്രേ ഉള്ളല്ലോ. നമ്മൾ ഇപ്പം എല്ലാവരും നോർമൽ പണി എടുക്കുന്ന എല്ലാവരും 2000-2500 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കുന്ന.
അപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് വീടിൻ്റെ വലുപ്പം കൊണ്ടല്ലാന്ന് പറയാം. പക്ഷെ പലർക്കും അത് ഇൻസ്പിറേഷൻ ആവും. കാരണം ഇപ്പൊ ഒരുപാട് സെന്റ് വേണം വീടിനൊക്കെ വിചാരിക്കുന്നവർക്ക് സത്യം. അപ്പൊ ചെറിയ സെന്റിലായാലും മനോഹരമായിട്ടുള്ള വീട്. അത് അവർ നല്ല എഞ്ചിനീയേഴ്സാണ്, അവർ അത് കറക്റ്റ് ചെയ്തു തന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വരുമ്പോൾ ഒരുപാട് പേര് എഞ്ചിനീയേഴ്സിനെ തപ്പും തോന്നുന്നു. തീർച്ചയായും എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ അടുത്ത് എത്തണം എന്ന്. കാര്യം അവർ എടുക്കുന്ന വർക്ക് അത്രയും അടിപൊളിയാണ്. പ്ലാനിങ് ഒക്കെ അവർ ഈ മൊത്തം അതിൻ്റെ ഡിസൈനൊക്കെ അവർ ചെയ്തത് എല്ലാവരും ചോദിച്ചു. അവർ ഗംഭീര പരിപാടിയാണ്. ഇത് ഒരാളായിരുന്നു, ഒരു ബാംഗ്ലൂരിലുള്ള ഒരാളായിരുന്നു. അവനൊരു വേറൊരു സാധനം വരച്ചു തന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അവനോട് ദേഷ്യം തുടങ്ങി. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവും. അത് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ, അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത്. അല്ല അത് നിങ്ങൾക്ക് അറിയാം, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവുന്നതാണ്. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാകുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മളൊരു കുട്ടീനെ കണ്ട് അതിന് ഇഷ്ടമായില്ല, കല്യാണം കഴിക്കാൻ എനിക്ക് ആ കുട്ടീനെ ഇഷ്ടമായില്ല, അത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതുപോലെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ രസം ഉണ്ടാവും, എനിക്ക് ആ വീട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ എൻ്റെ അഷ്കർ നാഷി അവരാണ് എന്നോട് ഞങ്ങളൊരു പ്ലാൻ വരയ്ക്കട്ടെ വെച്ചു. അപ്പോൾ അവർ വരച്ചാലും എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാണ്ടായില്ല. അവർ വരച്ച പ്ലാനാണ് ഇങ്ങനെയൊക്കെയത്. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അറിയാനുള്ള ഒരു ചോദ്യമാണ്, എത്ര ബഡ്ജറ്റിലാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ടാവുക? ബഡ്ജറ്റ് അറിയില്ല, എന്തായാലും 1 അടുത്ത് ആയിട്ടുണ്ട്. ഉണ്ടായിട്ടല്ല, ഞാൻ മെല്ലെ ചെറിയ പരിപാടി ചെയ്യും, അതെടുക്കും, ചെറിയ പടങ്ങൾ വരും, അതെടുത്ത് വെക്കും. 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം പിന്നെ ഓരോന്നോരോന്ന് കഴിയും, അങ്ങനെ ചെയ്യും, അങ്ങനെ ഉണ്ടാക്കിയതല്ല. എൻ്റെ അടുത്ത് ഒരു റെഡി ക്യാഷ് ഇല്ലായിരുന്നു, അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. ഒരുപാട് സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ആഗ്രഹിച്ച പോലെ ഒരു വീട്, ഞാൻ ആഗ്രഹിച്ച പോലൊരു വീട്. നമ്മൾ പല വീടുകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലൊരു വീട് ഉണ്ടാവണേ, അങ്ങനെ ആഗ്രഹിച്ചു. അപ്പോൾ ഒരു സുഖം. ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്തെത്തുമ്പോൾ എല്ലാം ഇവിടെ നിലത്ത് മുസൈക്കോ വേറെ എന്തെങ്കിലും താഴെ നോക്കുമ്പോൾ ഇത് മാർബിളാക്കാം, വേണേൽ നിലത്ത് കിടക്കാനൊക്കെ സൗകര്യമില്ല, പ്രായമുള്ള ആളുകൾക്ക് നിലത്ത് നല്ലതാണ് മതി. ഇരുമ്പിൻ്റെ ഇത് ഡോറ് വെക്കാമെന്ന് കരുതി അങ്ങനെയൊക്കെ പറഞ്ഞു തേക്കിലെത്തി. അങ്ങനെ എല്ലാം ചെറുതിലാ തുടങ്ങുന്നത്. ആഗ്രഹിച്ചെല്ലും അവസാനം അങ്ങനെ പോട്ടെ, അങ്ങനെ പോയത് ആഗ്രഹം കൊണ്ട് ആയി വന്നതാ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിന്റെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ശരിക്കും ഒരു മിമിക്രി ഷോ ഉണ്ടായിരുന്നു. അത്രയും ആഗ്രഹിച്ചിട്ട് അത്രയും ആളുകളെ വിളിച്ചു. ചേട്ടനൊരു ഷോ വരെ ഉണ്ടായിരുന്നു, മൊത്തം ടീം ഉണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളും പാട്ടുകാരും എല്ലാവരും വന്നിരുന്നു. അതൊക്കെ സ്നേഹത്തിന്റെ പുറത്ത് എല്ലാവരും വന്നിരുന്നു. വലിയ സന്തോഷമാണ്. അതെ. ഞാൻ കത്തിൽ വെച്ചത് രാവിലെ 11:30 മണി തൊട്ടിട്ട് വൈകുന്നേരം 6:30 മണി വരെയാണ് ക്ലോസ് ആണ് ഉദ്ദേശിച്ചത്. രാവിലെ തുടങ്ങിയിട്ട് രാത്രി 12 മണി വരെ ഫുഡ് കൊടുത്തോണ്ടിരുന്നത് എല്ലാം അവർ തന്നെ. ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. പിന്നെ സദ്യ ഞങ്ങൾ ഇലയിട്ടിട്ട് സദ്യ കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തന്നെ ഓണം, പിന്നെ ദോശ, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് എല്ലാം വിചാരിച്ച പോലെ ടെൻഷൻ തയ്യാൻ. ഞാൻ പറഞ്ഞ ഒരു 100-500 ആക്കുള്ള ഭക്ഷണം ബാക്കിയായാൽ പോലും നമുക്ക് കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. പക്ഷെ ഒരു പ്ലേറ്റിലേക്ക് സാധനം തയ്യാണ്ട് അവരുതെന്ന് പറഞ്ഞു. അത് ഗിരീഷ് ഏട്ടൻ എന്ന് പറയും, പെരുമണമുള്ള ആള് നിന്ന് കറക്റ്റ് ചെയ്തു. അടിപൊളിയായിട്ട് ഒരുപാട് സന്തോഷം. ആഗ്രഹിച്ചൊരു വീട് പണിതു, ഞങ്ങൾക്ക് ആ വീട് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം ചേട്ടാ. ഞാൻ കാര്യം നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വലിയ അത്യാവശ്യമായി ഷാജിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. വന്നതിൽ സന്തോഷം. ചേട്ടാ വീട് വെക്കുമ്പോൾ ഞങ്ങൾ വരാതിരിക്കുക. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടന്റെ ഈ ഒരു സ്വപ്ന ഭവനം കാണാൻ പറ്റിയതില്. താങ്ക് യു. അപ്പൊ നമ്മുടെ സൈന 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു സൈന പണ്ട് കാസറ്റുകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സിനിമ കാണുന്ന കാലം തൊട്ടേ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരാണ് സൈന. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ വീട്ടിലേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം.